എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ OTT റിലീസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായം തന്നെയാണ് സർക്കിട്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ട് സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. സർക്കിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒരു ചെറിയ കഥയാണ് സർക്കിട്ട് സിനിമയിൽ പറഞ്ഞു പോയത്. ആസിഫ് അലി ആയിരുന്നു സർക്കിട്ട് സിനിമയിലെ നായകൻ. സർക്കിട്ടിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം സർക്കിറ്റിന്റെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സർക്കിറ്റ് സർപ്രൈസ് ആയിട്ട് ഇറങ്ങുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അടുത്ത വീക്കായിരിക്കും സർക്കിറ്റ് OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദർഷ സംവിധാനം ചെയ്ത സിനിമയാണിത്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ റൊമാൻറ്റിക്കൽ മൂവിയാണിത്. ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. നല്ലൊരു കോമഡി മൂവിയായിരുന്നു വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ സിനിമയുടെ OTT വരാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് JSK എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എവറേജ് അഭിപ്രായമാണ് JSK സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അനുപം പരമേശ്വരൻ, സുരേഷ് ഗോപിയാണ് JSK സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വക്കീലായിട്ടാണ് സുരേഷ് ഗോപി സിനിമയിലെത്തിയത്. പക്ഷേ സിനിമ ഫ്ലോപ്പ് ആവുകയും ചെയ്തു. ഇപ്പോഴിതാ JSK സിനിമയുടെ OTT C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 15-ന് സ്വാതന്ത്ര്യ ദിനത്തിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഹൊറർ കോമഡി മൂവിയായിരുന്നു ജിന്ന്. നല്ല അഭിപ്രായമാണ് ജിന്ന് സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. സൗബിൻ ഷാഹിറാണ് ജിന്ന് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ജിന്ന് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ജിന്ന് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ഫൂട്ടേജ്. ഒരുപാട് പേര് ഫൂട്ടേജിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ ഫൂട്ടേജിൻ്റെ OTT വിറ്റുപോയിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് ഫൂട്ടേജ് OTT റിലീസിന് ഒരുങ്ങുന്നത്. ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ഫൂട്ടേജിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് പെരുമാനി നേടിയെടുത്തത്. എന്നിട്ടും പെരുമാനിയുടെ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പെരുമാനിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് പെരുമാനി സിനിമ റിലീസിനെത്തുന്നത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി ഈ വീക്കിൽ തന്നെ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്ലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവില്ലും ഗോപുരങ്ങൾ. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ലഭിച്ചിട്ടും മാരിവില്ലും ഗോപുരത്തിൻ്റെ OTT ഇതുവരെ വിറ്റുപോയിട്ടില്ല. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് മാരിവില്ലും ഗോപുരങ്ങൾ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. മാരിവില്ലും ഗോപുരങ്ങൾ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023-ലാണ് രാമചന്ദ്ര റിലീസായത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര നേടിയെടുത്തത്. മമിത ബൈജു, നിവിൻ പോളി തുടങ്ങി ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസമാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനികം നായകന സിനിമയാണ് വേല. നല്ല അഭിപ്രായമാണ് വേല സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സിനിമ OTTയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഷൈനികം പോലീസ് വേഷത്തിലാണ് വേല സിനിമയിൽ എത്തുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപും ദമനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTയിൽ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ബാന്ദ്ര സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം നേരത്തെ തന്നെ ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈ മാസം ലാസ്റ്റ് വീക്കിൽ
ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെ തോറ്റിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.